എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഖിലാനിക്ക്. അപ്പോൾ കാത്തിരുന്ന് ആ ദിവസം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് നാട്ടിൽ പോവാണ്. നീണ്ട ഒരു 2-2.5 വർഷത്തിന് ശേഷം 2.5 ആകുന്നു. 2.5 വർഷത്തിന് ശേഷം ഞാൻ വെക്കേഷൻ ലീവിന് പോവാണ്. വെക്കേഷൻ ലീവിന് പോകണോ, ഇത്തിരി കിളി പോയിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് എന്തൊക്കെയോ ഞാൻ പറയുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് രാത്രിയിലാണ്. ഇപ്പം ഇനി കുറേ സമയമുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്, ട്രാവൽ ചെയ്യുന്നതൊക്കെ. അല്ലെങ്കിൽ എപ്പോഴും ഫ്രണ്ട്സൊക്കെ കാണും എടുത്തു തരാനൊക്കെ. അപ്പം എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഞാനും അമ്മയും കൂടെ പോകുന്നത്. അപ്പം അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇപ്പം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഒന്നും കഴിച്ചില്ല. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം വന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി. ഇനി ഒരു 1 hour കൊണ്ട് 8:30 ആയതേ ഉള്ളൂ. 9:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇനി അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അമ്മ അപ്പം എത്താറായി. ഒരു 10 മിനിറ്റുള്ളിൽ എത്തും. അപ്പം താഴോട്ട് പോകണം. ചെക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒറ്റയ്ക്ക് താഴെ കൊണ്ടുപോകണം. അയ്യോ, അങ്ങനെ വണ്ടി വന്ന് നമ്മൾ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ ഇട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ലേറ്റായിപ്പോയി. നമ്മുടെ ലഗേജിൽ ഇത്തിരി ഓവറൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ഡിലേ ആയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. हो सकती है। आपके लिए ब्रेल में एक सुरक्षा सूचना कार्ड और संचार गाइड उपलब्ध है। आपातकालीन स्थिति में इस विमान अब हम उड़ान के लिए तैयार हैं। कृपया अपनी कुर्सी सीधी करने और कुर्सी की पेटी बांध ट्रे टेबल बंद करने और विंडो शीट्स खुले रखें। टेक ऑफ और लैंडिंग के दौरान कैबिन की बत्तियां धीमी की जाएंगी. 1:15 എടുക്കേണ്ട ഫ്ലൈറ്റാണ്. 1:15 ആയി, 1:30 ആയി, 1:45 ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വരും. ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും അങ്ങനെ എടുക്കുമോ, അങ്ങനെ ടൈമൊക്കെ ചെക്ക് ചെയ്തായിരിക്കുമായിരുന്നു. എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. 2 ദിവസത്തെ ഉറക്കം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടിരുന്നു. കുറച്ച് നേരം വെളിയിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ലാൻഡ് ചെയ്തു. കൊച്ചിയിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാൻഡ് ചെയ്തു. അയ്യോ, എനിക്ക് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഭയങ്കര ഒരു ചൂടെടുത്തു. അങ്ങനെ ഞാൻ നേരെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇമിഗ്രേഷനിലൊക്കെ പോയത്. ചൂടെടുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ അവൾ ഫോട്ടോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലാണ്. അങ്ങനെ ഞാൻ അവളോടൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. അവൾക്ക് ഭയങ്കര ജാടയിലൊക്കെ ഭയങ്കര നാണമാണ്. പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ ക്യാമറ എടുത്തിരുന്നപ്പോൾ ക്യാമറയ്ക്ക് ഒരു അടി. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് എൻ്റെ മാമനാണ്. മാമൻ്റെ ഫേസ് കണ്ടില്ല, പിന്നെ കാണിക്കാം. അച്ഛനും ഫോട്ടോ എടുപ്പാണ്. ഇതാണ് എൻ്റെ അച്ഛൻ. അവരെല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു പുറത്ത്. അടിപൊളി മഴയായിരുന്നു. കുറേ നാൾക്ക് ശേഷം മഴ കണ്ടതിൻ്റെ സന്തോഷമാണ് എനിക്ക്. അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പം അതിലേക്ക് AC പറ്റത്തില്ല. അതാണ് ടിഷ്യൂവും തുണിയും എല്ലായിടത്തും മൂക്കിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ നിന്നും ഞാൻ അപ്പോൾ നല്ല ടയർഡായി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീണ്ടും അടിപൊളി മഴ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. വണ്ടി കിടന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അന്ന് ചതയൊക്കെ ആയിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ചതയ ആഘോഷത്തിലേക്ക്. അങ്ങനെ ലാസ്റ്റ് ഞാൻ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. ഞാൻ വീടെത്തി. നല്ല ഉറക്കമായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ അടുത്ത ദിവസം എടുത്തേക്കുന്ന വീഡിയോ ആയത്. അങ്ങനെ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേറെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ്, എന്നാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.